Hi friends, welcome to GCOM PSC. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നീ എക്സാമുകളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫെബ്രുവരി 25-നാണ് നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എക്സാം. ഫെബ്രുവരി എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വളരെ കുറഞ്ഞൊരു സമയം മാത്രമേ ഈ എക്സാമിലേക്ക് വേണ്ടിയുള്ളൂ. ഞാൻ ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞു നിയർലി 40 to 50 ഡേയ്സേ നമുക്കുള്ളൂ. സോ സമയം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ചുരുങ്ങിയ സമയത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ എങ്ങനെയൊക്കെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇതിൻ്റെ സിലബസ് അല്ലെങ്കിൽ എങ്ങനെ 60+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാവാം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല ഓരോ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഓരോ എക്സാമിൻ്റെ നീഡ് എന്താണോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ സിലബസ് എന്താണോ അതനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 40 അല്ലെങ്കിൽ 50 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള മാർക്ക് അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു മാർക്കിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് ഞാൻ ആ ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 30 മാർക്ക് ഡ്രൈവർ എന്ന ടോപ്പിക്കിൽ നിന്നും 20 മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമാണ്. അപ്പോൾ ഈ 50 മാർക്കോളം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള ടോപ്പിക് സബ്ജക്റ്റ് എന്താ, കോമൺ സബ്ജക്ട്സ് ആണ്. കോമൺ മീൻസ് PSCക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മറ്റുള്ള എക്സാം ബാക്കിയുള്ള ചോദ്യങ്ങൾ, ഈ പിന്നീടുള്ള 50 മാർക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 50 മാർക്കിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ അറിയുന്നത് മാത്രം സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാനുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞത്. സോ കൂടുതൽ പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അബ്കാരി ആക്ട് ആണ്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 4 മാർക്കാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ളത്. 4 മാർക്ക്. സോ 4 മാർക്കാണ് അബ്കാരി ആക്ട് എന്ന് ചോദിക്കാറുള്ളത്. സോ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ പഠിക്കണമെന്ന് വിത്ത് സെക്ഷൻസ് PSC ഇവിടെ തന്നിട്ടുണ്ട്. ഇത് മാത്രം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി, ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയപ്പോഴും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഈ ഭാഗത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രം, കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ കറക്റ്റ് 4 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അബ്കാരി ആക്ട് ഓഫ് 1077 എന്ന് നിങ്ങൾ കണ്ടു. ഇതെന്താ 1007? ഇത് നിലവിൽ വന്ന വർഷമാണ്, മലയാള വർഷമാണ് 1077. നമ്മുടെ നോർമൽ 1902 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. 1902. സോ നമ്മൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് ഒരുപാട് മുൻപേ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്ന ഒരു ആക്റ്റാണിത്. ഇത് കൊണ്ടുവന്നത് കൊച്ചി രാജാവാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് വന്നത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് വന്ന ഒരു ആക്റ്റാണ്, ഓർത്തു വെക്കുക. 1902. ഓക്കെ, എന്താ ഈ ആക്ട് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ മദ്യത്തിന്റെ നിർമ്മാണം, വിപണനം, കൈവശം വെക്കൽ, നികുതി എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന നിയമമാണിത്. ഓക്കെ, സോ നമ്മുടെ മദ്യത്തിന്റെ നിർമ്മാണം, വിപണനം, കൈവശം വെക്കൽ, നികുതി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു ബേസിക് ആക്ട് ആണ് ദ അബ്കാരി ആക്ട് ഓഫ് 1077 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ആക്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എത്രയാ? ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് കേരളയാണ്. ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേരളം മുഴുവനാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നിയന്ത്രിക്കുന്ന വകുപ്പ് ഏതാ? ഏത് വകുപ്പിൻ്റെ അണ്ടറുള്ള? എക്സൈസ് വകുപ്പാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. എക്സൈസിന്റെ എക്സാം നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ ഇതിന്റെ മുദ്രാവാക്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക, ലഹരി വിമുക്ത കേരളം. ഓക്കെ, ലഹരി വിമുക്ത കേരളം. ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു മദ്യത്തിന്റെ നിർമ്മാണം, വിപണനം, കയറ്റുമതി, ഇറക്കുമതി, സൂക്ഷിക്കൽ എന്നിവ നിയന്ത്രിക്കുക. അതേപോലെ തന്നെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം സർക്കാരിന് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഈ ആക്ടിന്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ കേരളത്തിൽ മദ്യവിപണനത്തിനുള്ള ഏകജാലക ഏജൻസി ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഓണം വിഷു ഒക്കെ കഴിഞ്ഞാൽ ബെഫ്കോന്റെ ഒരു ഒഫീഷ്യൽ കണക്ക് വരാറുണ്ടല്ലോ. 300 കോടിയുടെ മദ്യം വിറ്റു, റെക്കോർഡ് അടിച്ചു, 500 കോടിയുടെ മദ്യം വിറ്റു എന്നൊക്കെ ബെഫ്കോയുടെ കണക്ക് വരാറില്ലേ. സോ മദ്യവിപണനത്തിലുള്ള ഏകജാലക ഏജൻസി എന്ന് പറയുന്നത് ബെവ്കോ ആണ്. ബെവ്കോക്കാണ് പൂർണ്ണമായിട്ടും മദ്യവിപണനത്തിനുള്ള അധികാരമുള്ളത്. ഓക്കെ, ബെവ്കോ സ്ഥാപിതമായത് 1984-ലാണ്. 1984. പക്ഷെ നമുക്ക് ബെവ്കോയുടെ ഔട്ട്ലെറ്റ് മാത്രമല്ലല്ലോ നമുക്ക് നാട്ടിൽ മദ്യം കിട്ടുന്നത്. ബാറിൽ പോയാലും കിട്ടുമല്ലോ. ഒരുപാട് ബാറുകളില്ലേ, നമുക്ക് ഒരുപാട് സ്റ്റാർ ഹോട്ടലുകളില്ലേ. ഓക്കെ, അപ്പം എന്താ അതിനർത്ഥം? അതായത് സർക്കാർ അനുമതിയുള്ള ലൈസൻസുകൾക്ക് കേരളത്തിൽ മദ്യം വിൽക്കാം. ഓക്കെ, സർക്കാർ അനുമതിയുള്ള ലൈസൻസുള്ള എല്ലാവർക്കും കേരളത്തിൽ മദ്യം വിൽക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ മൊത്ത വിതരണം നിയന്ത്രിക്കുന്ന ഒരു ഏകജാലക ഏജൻസിയാണ് ആര്? ബെവ്കോ എന്ന് പറയുന്നത്. ഓക്കെ,
വിദേശ മദ്യത്തിന്റെ മൊത്ത വിതരണവും ചില്ലറ വിൽപ്പനയും നിയന്ത്രിക്കുന്നത് ആരാ? ബെവ്കോ ആണ്, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ. ഓക്കെ, ബെവ്കോ. ഈ എക്സാം കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ബെവ്കോ LDC നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. വളരെ നല്ല ജോലിയാണ്. നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആണെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ബെവ്കോ LDC നല്ലൊരു ജോലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, സർക്കാർ അനുമതിയുള്ള സർക്കാർ ലൈസൻസ് കൊടുത്ത എല്ലാവർക്കും ആൾക്കാർക്ക് മദ്യം വിൽക്കാൻ സാധിക്കും. ബെവ്കോയുടെ ഔട്ട്ലെറ്റിലൂടെ മാത്രമല്ല, ബാറുകൾക്കും സ്റ്റാർ ഹോട്ടലുകൾക്കൊക്കെ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് എടുത്തവർക്കൊക്കെ മദ്യം വിൽക്കാനും സാധിക്കും. ഓക്കെ, ബാറുകൾ, ക്ലബ്ബുകൾ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ. ഓക്കെ, ഇതെവിടെ FL3 FL4 ഒക്കെ കണ്ടില്ലേ? ഇത് നമ്മൾ വരും അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് അബ്കാരി ആക്ട് ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, സോ ബാറുകൾ, ക്ലബ്ബുകൾ, ബിയർ പാർലറുകൾ, കള്ള് ഷാപ്പുകൾ എന്നിവയ്ക്കും സർക്കാർ നയങ്ങൾക്ക് വിധേയമായി ലൈസൻസ് നൽകുന്നു. ഓക്കെ, സോ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും മദ്യം ചില്ലറ വിൽപ്പന നടത്താം. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ആക്ടിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് കേരള സംസ്ഥാനം മുഴുവനാണ്. അതേപോലെ എന്തൊക്കെയാണ് നിയന്ത്രിക്കുന്നത്? ലിക്വർ, മദ്യം, ലഹരി മരുന്നുകൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ എന്തൊക്കെ നിയന്ത്രിക്കുന്നു? ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിറ്റ്, അതിൻ്റെ ഉൽപ്പാദനം, കൈവശം വെക്കൽ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ആക്ടിലൂടെയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, അതേപോലെ ഒരു ഫാക്ട് നിങ്ങളിവിടെ പഠിച്ചു വെച്ചേക്കുക. ചാരായം കേരളത്തിൽ നിരോധിച്ച സാധനമാണല്ലോ, ചാരായം. ഓക്കെ, നിരോധിച്ച വർഷം 1996. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. 1996 ഏപ്രിൽ 1 കേരളത്തിൽ ചാരായ നിരോധനം നിലവിൽ വന്നു. അതിനു മുമ്പ് ചാരായ ഷാപ്പുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 1996 ഇത് പൂർണ്ണമായിട്ടും കേരളത്തിൽ നിരോധിച്ചു. ആ സമയത്തെ മുഖ്യമന്ത്രി AK ആന്റണിയാണ്. ഓക്കെ, ഈ ഒരു ഫാക്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ട് എന്താ? ഇറക്കുമതിയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരുന്നത്, ഇതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇതിനൊക്കെ പെർമിറ്റ് ആവശ്യമാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ മദ്യം കൊണ്ടുവരണമെങ്കിലും കൊണ്ടുപോകണമെങ്കിലും എല്ലാത്തിനും. ഓക്കെ, അതിൻ്റെ 4 കാര്യങ്ങളിൽ ഒന്നാണ് ഇമ്പോർട്ട്. മദ്യം നമ്മൾ വിദേശ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ കൊണ്ടുവരിക മാത്രമല്ലല്ലോ, നമ്മുടെ ഡിസ്റ്റിലറികൾ ഉണ്ടാക്കുന്ന മദ്യം നമ്മൾ കയറ്റി അയക്കുകയും ചെയ്യുമല്ലോ. എക്സ്പോർട്ട് ഇതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ വേർഡ് മീനിങ്ങിലൂടെ ഓർത്ത് വെക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ട് എന്താ? കേരളത്തിനുള്ളിൽ തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം മാറ്റുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ കണ്ണൂരിലുള്ള ഡിസ്റ്റിലറിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുവരുന്നത്, ഇതിനെയാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് കേരളത്തിനുള്ളിൽ തന്നെ നടക്കുന്നതാണ്. മദ്യത്തിന്റെ ട്രാൻസ്പോർട്ട് ലൈസൻസ് വേണം മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കിയ മദ്യത്തിനെ അതിന്റെ കടയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് ട്രാൻസ്പോർട്ട് പെർമിറ്റ് വേണം. ഓക്കെ, അതേപോലെ ട്രാൻസിറ്റ് എന്താ? ട്രാൻസിറ്റ് നിങ്ങൾ കേട്ടില്ലേ? ട്രാൻസിറ്റ് വിസ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് കേരളത്തിന് പുറത്തുള്ള ഒരിടത്ത് നിന്ന് കേരളം വഴി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കി കേരളം വഴി വന്ന് മംഗലാപുരം വഴി കർണാടകത്തിലോട്ട് പോകണമെങ്കിൽ ഇതിന് വേണ്ടതാണ് ട്രാൻസിറ്റ്. ഓക്കെ, അതേപോലെ നമ്മുടെ എക്സൈസ് വകുപ്പിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ വകുപ്പിന്റെ മേധാവി ആരാ? എക്സൈസ് കമ്മീഷണർ ആണ്. ഇപ്പോഴത്തെ മേധാവി ആരാ? MR അജിത് കുമാർ. അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും ഇത് മാറാം. ഇതൊന്ന് നിങ്ങൾ കറണ്ടായിട്ടൊന്ന് ഓർത്ത് വെക്കുക. എക്സാമിന് മുമ്പ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണല്ലോ, അപ്പോൾ ചില സമയത്ത് മാറിപ്പോവാം. ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ എക്സൈസ് മിനിസ്റ്റർ, ഇപ്പോഴത്തെ കറണ്ട് മിനിസ്റ്ററിനെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക, MP രാജേഷ്. ഓക്കെ, അതേപോലെ അബ്കാരി കേസ് ചാർജ് ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും കേസ് ചാർജ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. കേസ് ചാർജ് ചെയ്യാൻ അധികാരമുണ്ട്. അതുപോലെ പോലീസിലാണെങ്കിലോ SI റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അബ്കാരി കേസുകൾ എടുക്കാനും റെയ്ഡ് നടത്താനും അധികാരമുണ്ട്. ഓക്കെ, SI മുതൽ അങ്ങോട്ട് അധികാരമുണ്ട് പോലീസിൽ. എക്സൈസിലാണെങ്കിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിലോട്ട്. ഓക്കെ, ശരി. അതേപോലെ ഈ മദ്യം പിടിച്ചു കഴിഞ്ഞാൽ വാഹനം കണ്ടുകെട്ടാനുള്ള അധികാരം, കോൺഫിസ്കേഷൻ ജൂറിസ്ഡിക്ഷൻ സെക്ഷൻ 67B ആണ്. അബ്കാരി കേസിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ കണ്ടുകെട്ടാനുള്ള അധികാരം കോടതിക്കല്ല, മറിച്ച് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. വാഹനം കണ്ടുകെട്ടാനുള്ള അധികാരം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കാണ്. ഓക്കെ, അദ്ദേഹമാണ് അതിന്റെ വാഹനം കണ്ടുകെട്ടാനുള്ള ഓതറൈസ്ഡ് ഓഫീസർ. ഓക്കെ, അതേപോലെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഞാൻ പറഞ്ഞു ഹെഡ് ആരാ? എക്സൈസ് കമ്മീഷണർ ആണ്. കറണ്ട് ഹെഡ്
MR അജിത് കുമാർ ആണ് ഏറ്റവും ടോപ്പ് എൻഡിൽ, ഈ അധികാര ശ്രേണിയിലെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് എൻഡിലുള്ളത് എക്സൈസ് കമ്മീഷണർ ആണ്. അതിന്റെ താഴെയിൽ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഇങ്ങനെ വരും. ഏറ്റവും താഴെ ബേസിക് നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് സിവിൽ എക്സൈസ് ഓഫീസർ. അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്നവർ, അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എൻട്രി ചെയ്യുന്നവർ. ഓക്കെ, ഇതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എൻട്രി ലെവൽ പോസ്റ്റ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡിൽ എക്സൈസ് കമ്മീഷണർ. ഓക്കെ, അതേപോലെ ഭരണ സൗകര്യാർത്ഥം ഒരു ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ സംസ്ഥാനത്തിനെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? തിരുവനന്തപുരം ആസ്ഥാനമാക്കി ദക്ഷിണ മേഖല, എറണാകുളത്ത് മധ്യമേഖല, കോഴിക്കോട് ആസ്ഥാനമാക്കി ഉത്തരമേഖല. ഓക്കെ, അങ്ങനെ ഓരോ ജോയിന്റ് എക്സൈസ് കമ്മീഷണർമാരുടെയും കീഴിൽ കേരളത്തിനെ 3 മേഖലകളാക്കി വിഭജിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ദക്ഷിണ മേഖല തിരുവനന്തപുരത്തും, എറണാകുളം ആസ്ഥാനമാക്കി മധ്യമേഖല, അതേപോലെ കോഴിക്കോട് ആസ്ഥാനമാക്കി ഉത്തരമേഖല. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ ആണ്, ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഭാഗമാണ് മദ്യം, ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, നിർവചനം അതേപോലെ തരംതിരിവ്. ഓക്കെ, മദ്യം ഡെഫിനിഷൻ സെക്ഷൻ 3-ലാണ്. സെക്ഷൻ 3-ൽ മദ്യത്തെ നിർവചിച്ചിട്ടുണ്ട്. എന്താ? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഏതൊരു ദ്രാവകവും എന്താ? മദ്യമാണ്, ലിക്കറാണ്. ഓക്കെ, ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഏതൊരു ദ്രാവകവും മദ്യമാണ്. നമ്മുടെ വൈൻ, ബിയർ, കള്ള്, ചാരായം അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ ഏത് ദ്രാവകവും മദ്യം എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മദ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, മദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? നാടൻ മദ്യം, ചിലർ പറയാറില്ലേ നാടൻ സാധനം എന്ന് പറയാറില്ലേ, നാടൻ മദ്യം എന്താ? നമ്മുടെ നാട്ടിലുണ്ടാക്കിയ, ഇന്ത്യയിൽ നിർമ്മിച്ചതും വിദേശ മദ്യം അല്ലാത്തതുമായ മദ്യത്തിനെയാണ് എന്ത് പറയുന്നത്? നാടൻ മദ്യം എന്ന് പറയുന്നത്, കൺട്രി ലിക്കർ. ഓക്കെ, എന്തൊക്കെയാ? കള്ള്, ചാരായം, ഇതൊക്കെ നമ്മുടെ നാടനല്ലേ, ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണോ, വിദേശത്ത് കൊണ്ടുവരുന്നതാണോ? അല്ല. വിദേശ മദ്യമാണോ? അല്ല. ഓക്കെ, എന്താ വിദേശ മദ്യം? എന്താ വിദേശ മദ്യത്തിനെ, ഫോറിൻ ലിക്കറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാ? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറും അതേപോലെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറും. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കണേ. IMFL-ഉം FMFL-ഉം. ഓക്കെ, FMFL എന്താ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണ്. വിദേശത്തുണ്ടാക്കി, പൂർണ്ണമായിട്ടും വിദേശത്തുണ്ടാക്കി നമ്മളെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, IMFL എന്താ? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അത് എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യൻ മെയ്ഡ് ആണ്, പക്ഷെ അത് വിദേശ മദ്യമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതേപോലെ കുറച്ച് ടേംസും കൂടി ഓർത്തിരിക്കുക. വാഷ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാഷ്. ഈ ചില വാർത്തകൾ നമ്മൾ ചാരായം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ചാരായോ അതിൻ്റെ കൂടെ ഒരു ബക്കറ്റോളം വാഷ് പിടിച്ചെടുത്തു, ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. വാഷ് എന്താ? വാഷ് മദ്യം വാറ്റുന്നതിനായി ശർക്കരയോ മറ്റു വസ്തുക്കളോ ഇട്ട് പുളിപ്പിക്കാൻ വെച്ചിരിക്കുന്ന മിശ്രിതമാണ് വാഷ്. ഓക്കെ, വാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ഓർത്ത് നോക്കുക, വാഷ് ചെയ്യാൻ. ഓക്കെ, മദ്യം വാറ്റുന്നതിന് വേണ്ടി പൊതുവെ വാറ്റി പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ വാഷിനെ പറ്റിയൊക്കെ കേൾക്കാറ്. ഓക്കെ, അതേപോലെ രണ്ട് ടേംസും കൂടി ഓർത്ത് വെച്ചേക്കുക. ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് എന്താ? ഇത് ചോദ്യം വരാറുണ്ട്. എന്താ ബ്ലെൻഡിങ്, എന്താ ബോട്ട്ലിംഗ്, ഇങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ബ്ലെൻഡിങ് എന്താ? വിവിധ വീര്യത്തിലുള്ള സ്പിരിറ്റുകൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ബ്ലെൻഡ് ചെയ്യുക, രണ്ട് ടൈപ്പ്, ഇപ്പോൾ രണ്ട് വീര്യത്തിലുള്ള സ്പിരിറ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സ്പിരിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്ന, ഇതിനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബോട്ടിലിംഗ് എന്താ? ആ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബോട്ടിലേക്ക് മദ്യം വിൽപ്പനയ്ക്കായിട്ട് ബോട്ടിലോട്ട് മാറ്റുക. ഓക്കെ, സെപ്പറേറ്റ് ബോട്ടിലാക്കിയിട്ടില്ല, നമുക്ക് ബോട്ടിലല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പം അതിനെയാണ് ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു വേർഡും കൂടി ഓർത്തിരിക്കുക, കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്താ? കോമ്പൗണ്ടിങ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫോറിൻ ലിക്വർ ബൈ അഡീഷൻ ഓഫ് ഫ്ലേവറിംഗ് ഓർ കളറിംഗ്. അതായത് നമ്മുടെ ഈ വിദേശ മദ്യം ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മളൊരു കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഫ്ലേവേഴ്സും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്, ഓൾറെഡി ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞു, അതിനെ കുറച്ചും കൂടി സാധനങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക, കോമ്പൗണ്ടിങ്. ഓക്കെ, സോ ബ്ലെൻഡിങ്, ബോട്ടിലിംഗ്, കോമ്പൗണ്ടിങ്, ഈ ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ടേംസ് എന്താണെന്ന് ചോദ്യം വരാം. ബ്ലെൻഡിങ് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സ്പിരിറ്റ് എന്താ? വാറ്റി ഉണ്ടാക്കിയ മദ്യം, ഡിസ്റ്റിൽഡ് ലിക്വർ ആണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്പിരിറ്റുകളും മദ്യമാണ്. അതേപോലെ എന്നാൽ എല്ലാ മദ്യങ്ങളും സ്പിരിറ്റ് അല്ല. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. എല്ലാ സ്പിരിറ്റിനെയും നമ്മൾ എന്ത് പറയും? മദ്യമാണെന്ന് പറയും. എന്നാൽ എല്ലാ മദ്യങ്ങളും സ്പിരിറ്റ് അല്ല. കാരണം എന്തുകൊണ്ടാ? കള്ള്, ആൽക്കഹോളുള്ള എല്ലാ സാധനവും എന്താ? നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മദ്യത്തിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന കള്ളായാലും വൈനായാലും എന്തായാലും എന്താ? മദ്യമാണ്. ഓക്കെ, അതിനെല്ലാം മദ്യം എന്നാണ് നമ്മൾ പറയുന്നത്. മദ്യത്തിന്റെ ഡെഫിനിഷൻ ആണ് അത്. ഓക്കെ, കള്ളൊരു മദ്യമാണല്ലോ, കള്ളൊരു മദ്യമാണ്. പക്ഷേ
കള്ള് സ്പിരിറ്റ് ആണോ? അല്ല. കാരണം കള്ള് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? കള്ള് നമ്മൾ വാറ്റിയിട്ടാണോ എടുക്കുന്നത്? ഡിസ്റ്റിൽ ലിക്കർ ആണോ കള്ള്? അല്ല. നമ്മൾ ഡയറക്റ്റ് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന സാധനമാണ്. അപ്പോൾ കള്ള് ലിക്കർ, സ്പിരിറ്റ് അല്ല. ഇതെന്താ? മദ്യമാണ്. ഓക്കെ ഓക്കെ. അതുപോലെ ബിയറും വൈനും എന്താ? മദ്യമാണ്, പക്ഷേ സ്പിരിറ്റ് അല്ല. ഓക്കെ. ബിയറും വൈനും മദ്യമാണ്, പക്ഷേ സ്പിരിറ്റ് അല്ല. എല്ലാ സ്പിരിറ്റുകളും മദ്യമാണ്, എന്നാൽ എല്ലാ മദ്യങ്ങളും സ്പിരിറ്റ് അല്ല. ഓക്കെ. എല്ലാ മദ്യങ്ങളും സ്പിരിറ്റ് അല്ല. കള്ള് ഒരു സ്പിരിറ്റ് അല്ല എന്ന് ഓർത്തിരിക്കുക. ആ ടേം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ്, എല്ലാ വർഷവും ചോദ്യം വരുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഡേയ്സ്. ഓക്കെ. ഡ്രൈ ഡേ ചിലർക്ക് വളരെയധികം വിഷമമുള്ളൊരു ദിവസമാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഓക്കെ. എന്താ ഡ്രൈ ഡേയ്സ്? ആ ദിവസങ്ങളിൽ ഇവരുടെ മനസ്സ് ഭയങ്കര ഡ്രൈ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഡ്രൈ ഡേയ്സ് നമുക്ക് നോക്കാം. എല്ലാ വർഷവും ഡ്രൈ ഡേയ്സ് ചോദ്യം വരാറുണ്ട്. എന്തൊക്കെയാണ് ഡ്രൈ ഡേയ്സ്? ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ്? ഡ്രൈ ഡേയ്സിന് നമുക്ക് എന്താ പ്രത്യേകത? എന്താ? ഡ്രൈ ഡേയ്സിന് ബാർ തുറക്കില്ല, അല്ലെങ്കിൽ വേവ് ഔട്ട്ലെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, കുപ്പി കിട്ടില്ല എന്ന് ഓർത്തിരിക്കുക. ഡ്രൈ ഡേയിൽ ഏതൊക്കെയാണ് ഡ്രൈ ഡേ വരുന്നത്? എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും 1-ാം തീയതി. ഓക്കെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സിനിമയിലൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലേ? 1-ാം തീയതിയാണ് സാധനം കിട്ടില്ല എന്ന് പറയാറില്ലേ? 1-ാം തീയതി. എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. അതേപോലെ ഗാന്ധി ജയന്തി, ഗാന്ധിജി ജനിച്ച ദിവസം ഒക്ടോബർ 2 ആണ്. വർഷം നിങ്ങൾക്കറിയോ? PSC പഠിച്ചിട്ടുണ്ടാവും. 1869 ആണ്. അപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അതേപോലെ തന്നെ ഗാന്ധിജി മരിച്ച ദിവസം രക്തസാക്ഷി ദിനം ജനുവരി 30. ഓക്കെ. ജനിച്ച ദിവസം കിട്ടില്ല, മരിച്ച ദിവസം കിട്ടില്ല. ഒക്ടോബർ 2 ജനിച്ചു, ജനുവരി 30 മരിച്ചത്. സോ ഗാന്ധി ജയന്തിക്കും രക്തസാക്ഷി ദിനവും ഡ്രൈ ഡേ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഗാന്ധിജിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും സമാധിയും, ബർത്ത്ഡേയും ഡെത്ത് ഡേയും. ഓക്കെ. ആ ദിവസവും എന്താ? ഡ്രൈ ഡേ ആണ്. സോ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുക, ജനിച്ച ദിവസം മരിച്ച ദിവസം. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ജനിച്ച ദിവസം മരിച്ച ദിവസം, ഈ 2 ദിവസങ്ങളും കിട്ടില്ല. എല്ലാ മാസവും 1-ാം തീയതിയും ഡ്രൈ ഡേ ആണെന്ന് ഓർക്കുക. പിന്നത്തെ എപ്പോഴാണ് ഡ്രൈ ഡേ? തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിവസങ്ങളിൽ ഈ സമയത്തൊന്നും മദ്യം കിട്ടില്ല. ഓക്കെ. ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളി, ഇതിനും കിട്ടില്ല. അതേപോലെ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് ജൂൺ 26 ഇത് നിങ്ങളൊന്ന് ബൈഹാർട്ട് പഠിച്ചിരിക്കുക. ഈ ദിവസം ഡ്രൈ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ മദ്യത്തിന്റെ വിൽപ്പന ഉണ്ടായിരിക്കുന്നതല്ല. ജൂൺ 26 എന്ന് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. ഓക്കെ. സോ ഈ ദിവസങ്ങൾ, ഡ്രൈ ഡേകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഇതെന്തായാലും ചോദ്യം ഉണ്ടാവും ഈ ഭാഗത്തുനിന്ന്. ഓക്കെ. ഇത് ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ. എല്ലാം 1-ാം തീയതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ പറ്റും. പിന്നെ ഓർക്കേണ്ടത് ഗാന്ധിജിനെ, ശ്രീനാരായണ ഗുരുവിനെയാണ്. ഈ ദിവസങ്ങൾ, അവരുടെ ജനനം, മരണം, ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഡ്രൈ ഡേ ആണ്. അതേപോലെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ നിങ്ങൾക്കറിയാലോ. തെരഞ്ഞെടുപ്പിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാലോ. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസങ്ങളിലൊന്നും മദ്യം കിട്ടില്ല, മദ്യത്തിന്റെ വിൽപ്പന ഉണ്ടാവില്ല. ഓക്കെ. അതേപോലെ ദുഃഖവെള്ളി, അന്ന് എന്താ? എല്ലാവർക്കും ഭയങ്കര ദുഃഖമായിരിക്കും, അങ്ങനെ ഓർക്കുക. അപ്പോൾ ദുഃഖമാണ്, അപ്പോൾ അന്നും കിട്ടില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ജൂൺ 26 ആണ്. ജൂൺ 26 ഈ ദിവസം ഓർത്ത് വെച്ചേക്കുക. ഇന്റർനാഷണൽ ഡേ ആണ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. ഓക്കെ. നെക്സ്റ്റ്, മദ്യത്തിന്റെ മാനുഫാക്ചറിങ്, പൊസഷൻ ആൻഡ് സെയിൽ. ഓക്കെ. മദ്യം എവിടെയാണ് നിർമ്മിക്കുന്നത്? സർക്കാർ ലൈസൻസ് ഉള്ള ഡിസ്റ്റിലറികൾക്കും ബ്രൂവറികൾക്കും മാത്രമേ മദ്യം നിർമ്മിക്കാൻ അനുവാദമുള്ളൂ. വീടുകളിൽ വൈൻ ഉണ്ടാക്കുന്നത് പോലും സാങ്കേതികമായി നിയമവിരുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന കേസെടുക്കുമെന്നല്ല, സാങ്കേതികമായിട്ട് അതും നിയമവിരുദ്ധം തന്നെയാണ്. സർക്കാർ ലൈസൻസോടെ മാത്രമേ നമ്മൾക്ക് മദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലർ വീട്ടിൽ വെച്ച് വാറ്റിയാൽ തെറ്റാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വീട്ടിൽ വെച്ച് വാറ്റിയാലും തെറ്റാണ്. വീട്ടിൽ വൈൻ ഉണ്ടാക്കുന്നത് പോലും സാങ്കേതികമായി നിയമവിരുദ്ധമാണ്. ഓക്കെ. അതേപോലെ തന്നെ കൈവശം വെക്കൽ, പെർമിറ്റ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്കറിയാം. നമ്മൾക്ക് ഒരളവിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല. അയ്യപ്പനും കോശി സിനിമയൊക്കെ കണ്ടപ്പോൾ അതിൽ അവർ പറയാറില്ലേ, കാട്ടിലൂടെ കൊണ്ടുപോകാനും പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൈവശം വെക്കണമെങ്കിലും എന്തുണ്ട്? സർക്കാർ നിശ്ചയിച്ച ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. ഒരു വ്യക്തിക്ക് ഇത്ര ലിറ്റർ മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ. ഓക്കെ. അത് മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ഓക്കെ. അതേപോലെ ഇതിന്റെ വിൽപ്പന, എക്സൈസ് കമ്മീഷണർ നൽകുന്ന ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ മദ്യം വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സർക്കാർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മദ്യം വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഞാൻ പറഞ്ഞു, പെർമിറ്റ് ഇല്ലാണ്ട് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്നതിന്റെ അളവ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അളവ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതും കൃത്യമായിട്ട് ചോദ്യം വരാറുണ്ട്. ഓക്കെ. നമ്മുടെ കള്ള് എത്രയാ? ഇതൊക്കെ എക്സൈസിന്റെ വെബ്സൈറ്റിൽ തന്നെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കള്ള്
കള്ള് എന്താ? 1.5 ലിറ്റർ മാത്രമേ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ സാധിക്കുള്ളൂ. 1.5 ലിറ്റർ കള്ള്. ഓക്കെ. അതേപോലെ IMFL, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, വിദേശ മദ്യം, ഇന്ത്യൻ മെയ്ഡ് ആണ്. എത്ര കൈവശം വെക്കാം? 3 ലിറ്റർ വെക്കാം. 3 ലിറ്റർ കയ്യിൽ വെക്കാം. എന്നാൽ ഫോറിൻ മെയ്ഡ് ആണെങ്കിലോ 2.5 ലിറ്ററേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇന്ത്യൻ മെയ്ഡിന് കുറച്ച് വില കുറവാണ്, അതുകൊണ്ട് കുറച്ചധികം വെക്കാം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. 2.5 ഫോറിൻ മെയ്ഡും 3 ലിറ്റർ ഇന്ത്യൻ മെയ്ഡും കൈവശം വെക്കാം. ഓക്കെ. ബിയർ, വൈൻ. നമ്മൾ ബിയറും വൈനും നമ്മളാണ് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഓക്കെ. ബിയറും വൈനും നമുക്ക് എത്ര കയ്യിൽ വെക്കാം? 3.5 ലിറ്റർ. 3.5 ലിറ്റർ ബിയറും വൈനും കയ്യിൽ വെക്കാം. അത് രണ്ടും ഒരേ അളവാണ്, അപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ. 3.5 ലിറ്റർ ബിയറും വൈനും നമുക്ക് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ സാധിക്കും. ഓക്കെ. കൊക്കോ ബ്രാൻഡി എത്ര വെക്കാം? 1 ലിറ്റർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. കൊക്കോ ബ്രാൻഡി. ഓക്കെ. 1 ലിറ്റർ മാത്രം. ഓക്കെ ആണല്ലോ. ആദ്യം നിങ്ങൾ കള്ളിനെ പറ്റി ഓർക്കുക. കള്ള് 1.5 ലിറ്ററേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആണെങ്കിൽ, ഇന്ത്യൻ മെയ്ഡ് ഫോറിനെ അപേക്ഷിച്ച് കുറച്ച് വില കുറവായതുകൊണ്ട് 3 ലിറ്റർ നമുക്ക് കയ്യിൽ വെക്കാം. ഫോറിൻ മെയ്ഡ് ആണെങ്കിൽ 2.5 ലിറ്ററേ വാങ്ങാൻ പൈസയുള്ളൂ, 1 ലിറ്ററിലേ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുക. ബിയറും വൈനും ആണെങ്കിൽ 3.5 ലിറ്റർ ഒരാൾക്ക് പൊസഷൻ ലിമിറ്റ് ഉണ്ട്. ഓക്കെ. ഇങ്ങനെ ഓർത്തിരിക്കുക. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കൃത്യമായിട്ടുള്ള അളവ് കൃത്യമായിട്ട് ചോദ്യം വരും. ഓക്കെ. അതേപോലെ പ്രായപരിധി. എല്ലാവർക്കും മദ്യം പോയി വാങ്ങാൻ പറ്റില്ലല്ലോ, വാങ്ങാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എത്രയാണ് പ്രായപരിധി? 23 വയസ്സാണ്. 23 വയസ്സ് ആണ് പ്രായപരിധി. ആദ്യം 18 ആയിരുന്നു, പിന്നെ അത് 21 ആക്കി, ഇപ്പോൾ 23 ആക്കി. മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും കൈവശം വെക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 23 വയസ്സ്. ഓക്കെ. അബ്കാരി റവന്യൂ. എന്താ അബ്കാരി റവന്യൂ? സർക്കാരിന്റെ പ്രധാന മാർഗങ്ങൾ. അബ്കാരി റവന്യൂ എന്ന് വെച്ചാൽ മദ്യത്തിന്റെ വിൽപ്പന, ഇതിന്റെ ടാക്സ്, ഇതിനൊക്കെ സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ് അബ്കാരി റവന്യൂ. നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താ? സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് അബ്കാരി റവന്യൂ. ഓക്കെ. മദ്യത്തിൽ നിന്നുള്ള വരുമാനം. എന്തൊക്കെ വരുമാനം മദ്യത്തിൽ നിന്ന് കിട്ടുന്നത്? എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ. മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി. അതേപോലെ ഗാലനേജ് ഫീ. വിറ്റഴിക്കുന്ന മദ്യത്തിന്റെ അളവിനനുസരിച്ച് ഈടാക്കുന്ന ഫീ ആണ് ഗാലനേജ് ഫീ. അതേപോലെ ബാറുകൾക്കും മറ്റു ലൈസൻസ് കൊടുക്കുമ്പോൾ ലൈസൻസ് ഫീ. ഓക്കെ. ബാറുകൾക്കും ഷാപ്പുകൾക്കും നൽകുന്ന ലൈസൻസിനുള്ള ഫീസ്. അതേപോലെ ഫൈൻ. അബ്കാരി കേസുകളിൽ കോടതി മേടിക്കുന്ന പിഴ. അതായത് മദ്യപിച്ച് പിടിച്ചു കഴിഞ്ഞാൽ, പൊതുസ്ഥലത്ത് മദ്യപിച്ച് കഴിഞ്ഞാലൊക്കെ പിഴ ഈടാക്കുമല്ലോ. ഓക്കെ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇങ്ങനെ ലൈസൻസ് ഫീ ആയിട്ടും ഫൈനായിട്ടും ഗാലനേജ് ഫീ, എക്സൈസ് ഡ്യൂട്ടി ആയിട്ടൊക്കെ സർക്കാരിന് മദ്യത്തിൽ നിന്നും റവന്യൂ ലഭിക്കുന്നുണ്ട്. അതൊക്കെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഒന്നുമാണ്. ഓക്കെ. മനസ്സിലായല്ലോ. കുറ്റകൃത്യങ്ങളെ പറ്റി കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷനാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ചാരായ നിരോധനം. ചാരായം നമ്മൾ നിരോധിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എ കെ ആന്റണിയുടെ കാലത്താണ് ചാരായ നിരോധനം വന്നത്. ചാരായം വാറ്റുക, വിൽക്കുക, കൈവശം വെക്കുക, ഇതൊക്കെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ചാരായം വാറ്റുക, കൈവശം വെക്കുക, വിൽക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ. ഏത് സെക്ഷനിലാണ് ചാരായ നിരോധനം പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 8-ലെ 1 and 2-ലാണ്. സെക്ഷനും കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ചാരായം, സെക്ഷൻ 8 ചാരായാണെന്ന് ഓർക്കുക. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ. ഓക്കെ. അതേപോലെ സെക്ഷൻ 13-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ ആർക്കും മദ്യം നിർമ്മിക്കാനോ വിൽക്കാനോ കൈവശം വെക്കാനോ പാടില്ല, വിലക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 13-ലാണ്. ഓക്കെ. ലൈസൻസ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമേ മദ്യം വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. സെക്ഷൻ 15. സെക്ഷൻ 15-ൽ എന്താ? 23 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല. മിനിമം ഏജ് എത്രയാണെന്ന് പറഞ്ഞല്ലോ? 23 വയസ്സാണ്. മദ്യം ഉപയോഗിക്കാനും കുടിക്കാനും വാങ്ങാനൊക്കെ 23 വയസ്സാണ് മിനിമം ഏജ്. അതിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 15A ആണ്. സെക്ഷൻ 15A. അതേപോലെ 15B-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മദ്യപിച്ച് പൊതുസ്ഥലത്ത് കാണപ്പെടുന്നത് സെക്ഷൻ 15B ആണ്. സെക്ഷൻ 15B ആണ് അത് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് പ്ലേസിൽ നിന്ന് മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിച്ച് ലഹരിയിൽ പൊതുസ്ഥലത്ത് കാണപ്പെടുന്നതിനെ പറയുന്നത് 15B-ലാണ്. അതേപോലെ 15C-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കുക. ഓക്കെ. മോശമായിട്ട് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത് 15C-ലുമാണ്. ഈ സെക്ഷൻസ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സെക്ഷൻ 55. സെക്ഷൻ 55 അബ്കാരി ആക്ടിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന വകുപ്പാണ് സെക്ഷൻ 55. ഓക്കെ. മദ്യത്തിന്റെ നിയമവിരുദ്ധമായ ഇറക്കുമതി, കയറ്റുമതി, ട്രാൻസ്പോർട്ട്, നിർമ്മാണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. സെക്ഷൻ 55-ൽ ഉൾപ്പെടും എന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 55 ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവായിട്ടുള്ള ശിക്ഷ എന്താ? 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെ പിഴയും 10 വർഷം വരെ തടവും കിട്ടാം പൊതുവായിട്ട്. ഓക്കെ. സെക്ഷൻ 55 ആണ് ചുമത്തുന്നതെങ്കിൽ 1 to 5 ലക്ഷം വരെ പിഴയും കിട്ടാം. അതേപോലെ 10 വർഷം വരെ തടവും അനുഭവിക്കേണ്ടി വരും.
ഓക്കെ ഓക്കെ ഇനി സബ്സെക്ഷൻസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താ 52A പറഞ്ഞിരിക്കുന്നത് എന്താ? നിയമവിരുദ്ധമായ മദ്യക്കടത്ത്, ഇല്ലീഗൽ ഇമ്പോർട്ട് ഓർ ട്രാൻസ്പോർട്ട് ഓഫ് ആൽക്കഹോൾ. ഓക്കെ, അതേപോലെ 55Gയിലാണ് വാഷിനെ പറ്റി പറയുന്നത്. വാഷ് 55H എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ മദ്യം കുപ്പിയിലാക്കുക, ഇല്ലീഗൽ ബോട്ടിലിംഗ്, അതാണ് H. അതേപോലെ 55I ലൈസൻസ് ഇല്ലാതെ മദ്യം വിൽക്കുക. ഓക്കെ, 55 മദ്യത്തിന്റെ എന്താ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം, വിപണനം ഇതിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ് 55 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 55 പ്രകാരം 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പിഴയും 10 വർഷം വരെ തടവും ലഭിക്കാം. ഓക്കെ, സെക്ഷൻ 55 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഈ സബ് സെക്ഷൻസും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സെക്ഷൻ 56 എന്താ? ലൈസൻസ് ഉള്ളവർ നിയമം ലംഘിച്ചാൽ, അതായത് ഈ ലൈസൻസ് സർക്കാർ നൽകുന്ന ലൈസൻസ് അനുസരിച്ച് ഇത്ര സമയം മാത്രമേ മദ്യം വിൽക്കാൻ പാടുള്ളൂ എന്നുണ്ട്. കൃത്യസമയത്ത് ബാർ അടക്കുമല്ലോ? അടക്കും. രാത്രി ഒരുപാട് സമയം തുറന്നിരിക്കില്ലല്ലോ? ഇല്ല. സോ അങ്ങനെയുള്ള നിയമങ്ങൾ ഇപ്പോൾ രാത്രി തുറന്നിരുന്നു കഴിഞ്ഞാലൊക്കെ ഈ വീഴ്ചയെ പറ്റിയൊക്കെ പറയുന്നതാണ് സെക്ഷൻ 56. സെക്ഷൻ 56 പ്രകാരം അവർക്ക് ഫൈൻ ഉണ്ടാവും. ഓക്കെ, സെക്ഷൻ 58 എന്താ? അനധികൃതമായി മദ്യം കൈവശം വെക്കൽ. നികുതി അടക്കാത്തതോ വ്യാജമായതോ ആയ മദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നോയിങ് ഇറ്റ് ടു ബി അൺലോഫുൾ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 58 പ്രകാരം കുറ്റകരമാണ്. ഓക്കെ, ഇത്രയും സെക്ഷൻസ് ഓർത്തിരിക്കുക. ഇത് നിങ്ങളുടെ സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ആണ്. സെക്ഷൻ 55 എന്തായാലും ഓർത്തിരിക്കുക. അതേപോലെ സെക്ഷൻ 15ഉം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്. ഓക്കെ, അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ചോദ്യമാണ് മദ്യത്തിനെ പറ്റി, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. ഒരാൾക്ക് തൻ്റെ സുഹൃത്തിന് മദ്യം സമ്മാനമായി നൽകാൻ ലൈസൻസ് ആവശ്യമുണ്ടോ എന്നാണ് ആ ചോദ്യം. നമുക്ക് മദ്യം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾക്കിപ്പോൾ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ പോയി മദ്യം വാങ്ങി മദ്യം ഒരാൾക്ക് കുപ്പിയോടെ ഗിഫ്റ്റ് ചെയ്യാൻ അബ്കാരി ആക്ട് പ്രകാരം പറ്റില്ല. എന്താണ് പറ്റുന്നത്? നിയമപരമായ അളവിൽ മദ്യം കൈവശം വെക്കാനും അത് സ്വന്തം വീട്ടിലെ അതിഥികൾക്ക് നൽകാനും നമ്മൾക്ക് എന്ത് വേണ്ട? ലൈസൻസ് വേണ്ട. എന്നാൽ ഇത് പൊതുസ്ഥലത്താകരുത് എന്നും അളവ് പരിധി ലംഘിക്കരുതെന്നും നിബന്ധനയുണ്ട്. ഓക്കെ ഓക്കെ, അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നു വിചാരിക്കുക. വീട്ടിലൊരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാമോദീസ, കുടുംബസംഗമം, ഇതൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളിൽ അതിഥികൾക്ക് നമ്മൾ മദ്യം കൊടുക്കുമല്ലോ. പല ചടങ്ങുകളിലും മദ്യം ഉണ്ടാവാറുണ്ടല്ലോ. ഇതെന്താ? ഇത് വിൽപ്പനയായി കണക്കാക്കാനാവില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അബ്കാരി ആക്ട് പ്രകാരം ഇത് തെറ്റായിരുന്നു. എന്നിട്ട് കോടതി അതിനെ ഒരാൾ കേസ് കൊടുത്തപ്പോൾ 2017 കോടതിയുടെ ഒരു വിധി വന്നു. അതായത് നിയന്ത്രിതമായ അളവിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ വളരെ ഒഫീഷ്യലായി നടക്കുന്ന സ്വകാര്യ പരിപാടികൾക്ക് മദ്യം വിളമ്പുന്നത് സെയിലായിട്ട് കണക്കാക്കാനാവില്ല. അതേപോലെ തന്നെ ഇതുപോലുള്ള പരിപാടികൾ നടത്താനും നമ്മൾ മദ്യം കൊടുക്കണമെങ്കിലും നമ്മൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലുള്ള ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പ്രത്യേകം വിധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് സ്വകാര്യ പരിപാടികളിൽ നിയന്ത്രിതമായ അളവിൽ മദ്യം കൊടുക്കാൻ സാധിക്കും. അതിന് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. മുമ്പ് അബ്കാരി ആക്ട് പ്രകാരം അതിനും FL6 പോലുള്ള ലൈസൻസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മുമ്പ്. സോ അതൊരാൾ ചലഞ്ച് ചെയ്തപ്പോൾ കോടതി അതിനൊരു നിർവചനം കൊണ്ടുവന്നു. നമുക്ക് ഇതുപോലുള്ള സ്വകാര്യ പരിപാടികളിൽ മദ്യം കൊടുക്കാം. എന്നാൽ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അബ്കാരി ആക്ട് പ്രകാരം അലൗഡ് അല്ല. മദ്യം ഗിഫ്റ്റ് കൊടുക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് നിങ്ങൾ ഓർക്കുക. സ്വകാര്യ ആവശ്യങ്ങൾക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് മദ്യം കൊടുക്കാൻ സാധിക്കും. ബന്ധുക്കൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ, ഒരു പാർട്ടി നടക്കുമ്പോൾ അവിടെയുള്ള മദ്യത്തിന്റെ അളവ്, അവിടെയുള്ള മുതിർന്ന അംഗങ്ങളുടെ എണ്ണത്തിന്റെ അതനുസരിച്ച് ഒരാൾക്ക് ഇത്ര ലിറ്റർ കൈവശം വെക്കാവുന്നതിനനുസരിച്ച് കൂടാൻ പാടില്ല എന്ന ചില വ്യാഖ്യാനങ്ങളും കൂടി ഇതിലുണ്ട്. ഓക്കെ, അതേപോലെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇത് പൊതുസ്ഥലത്ത് വെച്ചാകരുത്. ഓക്കെ, പബ്ലിക് പ്ലേസ് ഒരിക്കലും ആകരുത്. നിങ്ങളുടെ പ്രൈവറ്റ് സ്വകാര്യതയിൽ, പ്രൈവസി ഓഫ് ഹോം മാത്രമേ ഇത് അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ, പ്രൈവസി ഓഫ് ഹോം മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈ ഡേ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. ഏതൊക്കെയാണ് ഡ്രൈ ഡേ? മഹാത്മാഗാന്ധി ജയന്തി ദിനം ഉണ്ടല്ലോ? ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ഉണ്ട്, ശ്രീനാരായണ ഗുരു സമാധി ഉണ്ട്. അതേപോലെ മഹാത്മാഗാന്ധിയുടെ ചരമദിനം ഉണ്ടല്ലോ? ഉണ്ട്. രക്തസാക്ഷി ദിനം January 30 അതും ഉണ്ട്. ഓക്കെ, സോ ഏതാ ഉത്തരം? മുകൾ പറഞ്ഞവയെല്ലാം കൃത്യമായിട്ട് പഠിച്ചു നോക്കണേ. ഡ്രൈ ഡേ. ഓക്കെ, ഇത് കൂടാതെ എന്തൊക്കെയുണ്ട്? എല്ലാ മാസവും 1-ാം തീയതി ഉണ്ട്. അതേപോലെ ദുഃഖവെള്ളി ഉണ്ട്. ആ ദിവസം എല്ലാവർക്കും ദുഃഖമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഡ്രൈ ഡേ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിന് എന്താ പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്താ? വീര്യമുള്ള സ്പിരിറ്റിനെ വീര്യം കുറഞ്ഞ സ്പിരിറ്റ്, അല്ലെങ്കിൽ രണ്ട് സ്പിരിറ്റുകൾ ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡിങ് ആണ്, ബ്ലെൻഡിങ്, കലർത്തുക. ഓക്കെ, ഈ ടേംസ് ചോദ്യം വരുന്നത് മനസ്സിലായല്ലോ, അതുകൊണ്ട് ചോദ്യം പഠിച്ചിരിക്കണം. അതാ കോമ്പൗണ്ടിങ് ഇവിടെ കണ്ടല്ലോ, ഓപ്ഷനിൽ കണ്ടല്ലോ, ഇതൊക്കെ ചോദ്യം വരാം. കോമ്പൗണ്ടിങ് എന്താ? ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, കളേഴ്സ് ഒക്കെ നമ്മൾ സ്പിരിറ്റിലോട്ട് ആഡ് ചെയ്യുന്നതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാൻ സാധിക്കും? എത്ര ലിറ്റർ സാധിക്കും? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നോ ചാരായം കൈവശം വെക്കാൻ പറ്റുന്നു? ഇല്ല. ചാരായം എന്താ? കേരളത്തിൽ AK ആന്റണിയുടെ സമയത്തെ നിരോധിച്ചതാണ്. ചാരായം കൈവശം വെക്കുന്നത് എന്താ? കുറ്റകരമാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്ന് കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ് ചോദിച്ചിരിക്കുന്നത്? സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്ന കുറ്റകരമല്ല. ഇത് ശരിയായി നിങ്ങൾക്ക് തോന്നാം, അബ്കാരി ആക്ട് പ്രകാരം തെറ്റാണ്. ഗിഫ്റ്റിംഗ് ഇല്ല. ഏത് മദ്യവും സമ്മാനമായി നൽകാം, പറ്റുമോ? ചാരായം വാങ്ങി കൊടുക്കാൻ പറ്റുമോ? ചാരായം മദ്യത്തിന്റെ കാറ്റഗറി തന്നെയല്ലേ വരുന്നത്? ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. 3ഉം 4ഉം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അബ്കാരി ആക്ട് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം 4 മാർക്ക് ഇതിൽ നിന്ന് വരാം. ഇതുപോലെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എത്ര ലിറ്റർ ഒരാൾക്ക് കൈവശം വെക്കാവുന്ന കാര്യം ഓരോന്നിൻ്റെയും ഓരോ ടൈപ്പ് മദ്യത്തിൻ്റെയും സാധാരണ നമ്മുടെ കള്ള് മുതൽ എല്ലാം എത്ര ലിറ്റർ എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഡ്രൈ ഡേ ഓർത്ത് വെക്കുക. അതേപോലെ കുറച്ച് ടേംസ് ഞാൻ പറഞ്ഞു, ബ്ലെൻഡിങ്, കോമ്പൗണ്ടിങ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതുപോലെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളെ ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കൈവശം വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ ഇടാം. ഇനിയും വരുന്ന ഒരുപാട് ലേറ്റ് ആവാത്ത തന്നെ ബാക്കി ക്ലാസ്സുകൾ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യും. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് 20 മാർക്കിൽ 20ഉം നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം സ്പെഷ്യൽ ടോപ്പിക് ഈ എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് വെറുതെ കളയാനില്ല. PSC എന്താണോ കൃത്യമായിട്ട് സിലബസ് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ചോദ്യം അതിൽ നിന്നേ വരുന്നുള്ളൂ. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റൊരു ക്ലാസ് കൂടി നമ്മൾ ബാക്കിയുള്ള ക്ലാസ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നടക്കും. ഓക്കെ, താങ്ക് യു.